Jingle Bells Choir Fest 2024. Brought to you by Filippo Samuel, Sam, financial advisor and registered representative of Blue Ocean Wealth Solutions. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ വ്യൂസ് ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടലുമായി കാനഡയിലെ ഇന്ത്യൻ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റും മാധ്യമപ്രവർത്തകനും വചനപ്രഘോഷകനുമായ ബ്രദർ ഷിബു കിഴക്കേക്കുറ്റ് കൂടിക്കാഴ്ച നടത്തി. സുവിശേഷകരെ ഏറ്റവും അധികം സ്നേഹിക്കുകയും സുവിശേഷം ലോകമെങ്ങും എത്തിക്കാൻ രാപ്പകൽ പരിശ്രമിക്കുകയും ചെയ്യുന്ന പിതാവുമായുള്ള കൂടിക്കാഴ്ച പുതിയ ഉൾക്കാഴ്ച നൽകിയതായി ബ്രദർ പറഞ്ഞു. കാനഡയിലെ വിശ്വാസി സമൂഹത്തിന്റെ ആത്മായ ഉന്നതിയെപ്പറ്റി പിതാവ് നിരവധി പ്രതിസന്ധികളുണ്ടായിട്ടും വചനപ്രഘോഷണ രംഗത്ത് സജീവമായി തുടരുന്നു. ബ്രദറിനെ അഭിനന്ദിക്കുകയും ചെയ്തു. പ്രാർത്ഥനയും വചനപ്രഘോഷണവും പരിത്യാഗവും കൊണ്ട് ഈ ലോകം മുഴുവൻ ക്രിസ്തുവിനായി നാം നേടണമെന്നും ക്രിസ്തുവിലൊഴികെ ഒന്നിലും നാം അഭിമാനിക്കുന്നില്ലെന്നും പിതാവ് വ്യക്തമാക്കി. ആത്മായ സുവിശേഷകർ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും പിതാവ് പറഞ്ഞു. തദവസരത്തിൽ ലോകമെങ്ങുമുള്ള മലയാളി വിശ്വാസി സമൂഹത്തെ പ്രാർത്ഥനയിൽ ഓർക്കുന്നതായി അറിയിച്ച പിതാവ് ക്രിസ്തുവിന്റെ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവാൻ എന്ന കൽപ്പനയുടെ ഉൾപ്പൊരുൾ വിശദീകരിക്കുകയും ചെയ്തു. സുവിശേഷത്തിനായി സഭ നടത്തുന്ന ധീരമായ പരിശ്രമങ്ങൾ വ്യക്തമാക്കിയ രംഗത്ത് വചനപ്രഘോഷണ രംഗത്ത് കൂടുതൽ ആത്മായർ കടന്നു വരേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുകയും ചെയ്തു. കാനഡയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്തു. ലോകം നിലനിന്നാൽ ഉറപ്പായും ഇന്ത്യ ഭാവിയിലെ വികസിത രാജ്യമാകുമെന്നും ആളുകൾ ഇന്ത്യയിലെ അവസരങ്ങൾ അന്വേഷിച്ചു വരുമെന്നും ബ്രദർ സൂചിപ്പിച്ചു. ആത്മായ വചന പ്രഘോഷണ രംഗത്ത് പിതാവ് നടത്തിയ സേവനങ്ങളെ നന്ദിയോടെ അനുസ്മരിക്കുന്നതായും ഈശോയെപ്പോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സ്നേഹിക്കുന്ന പിതാവിന്റെ മനോഭാവം എല്ലാവർക്കും മാതൃകയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. 24newslive.com നടത്തുന്ന വചന പ്രഘോഷണ ശുശ്രൂഷയെപ്പറ്റി ചോദിച്ചറിഞ്ഞ പിതാവ് പ്രാർത്ഥനകൾ വായിക്കുകയും നാം എല്ലാം സുവിശേഷത്തിന് സാക്ഷികളായി മാറണമെന്ന് ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു. പ്രാർത്ഥനാ രീതി പോലെ 13-ാം തീയതി തന്നെ പിതാവിനെ കാണാൻ അവസരം തന്ന ദൈവത്തിന് ബ്രദർ ഷിബു നന്ദി പറയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@tmalyaali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.